നിന്റെ 3 വയസ്സിലെ നടത്തയാവുന്ന ആലോചിച്ചു ഇങ്ങനെ ഇത് ഞാൻ എൻ്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. അമ്പലപ്പുഴ പാൽപായസത്തിന്റെ അടുത്ത് അരവണ കൊണ്ട വെച്ച പോലെയല്ലേ ഇരിക്കുന്നത്. സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും 6 ലക്ഷം പക്ക. Good evening and welcome to Luna's Comedy Super Nite powered by Gopu Nandala Gmart, co-presented by Kairali TMD Steel Bars. ആകെ പ്രശ്നമായിട്ടിരിക്കുക. ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാലാണോ ഹോസ്പിറ്റൽ? അങ്ങോട്ട് നേരെ പോയാൽ മതി. ഹോസ്പിറ്റലിൽ അപകടം പറ്റിയിരിക്കുകയാണ്. അപകടം വേറെ എന്തെങ്കിലും അപകടം ഈ പോലീസ് സ്റ്റേഷൻ അടുത്തുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ഒരു ആത്മഹത്യയുടെ വക്കി നിൽക്കുക രണ്ടുപേരും. അറിയാമോ? ആത്മഹത്യയാണോ? എന്നാ പിന്നെ നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചാലോ? എന്റെ അശ്വതി അതല്ല പറഞ്ഞത്. ഇവര് തമ്മിൽ ഭയങ്കര പ്രേമത്തിലായിരുന്നു. നാളെ ഇവളുടെ കല്യാണമാ. അവിടെ നിന്ന് അടിച്ചോണ്ട് വിളിച്ചിറക്കൊണ്ട് വന്നാ ഞങ്ങള്. കല്യാണ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണോ? ഇതെന്താ രജിസ്റ്റർ ഓഫീസ് ആണോ? രജിസ്റ്റർ ഓഫീസ് ആയിട്ടല്ല പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും അശ്വതി ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ച ആളല്ലേ. ഞാൻ ഒളിച്ചോടിയിട്ടില്ലല്ലോ. അശ്വതി എന്നെ പോലെ ഒരു പെണ്ണല്ലേ. അശ്വതിക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാവത്തില്ലേ? എനിക്ക് ചേട്ടനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പിന്നെ ഇതിനെന്ത് പേരെന്തോ ഇതിന്റെ മാലാഖെ ഞങ്ങളുടെ കല്യാണം നടത്തണേ. അശ്വതി ഞങ്ങളുടെ കല്യാണം നടത്തണേ മാലാഖെ. സുരാജേട്ടനുണ്ട് ഇവിടെ, അതുപോലെ നമ്മുടെ ഷോയുടെ പ്രൊഡ്യൂസർ ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇവരോടൊക്കെ സംസാരിക്കാതെ എനിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? എന്റെ അശ്വതി എന്ത് നോക്കി വിളിച്ച് ആലോചിക്ക്. സുരാജേട്ടാ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? സാധാരണ ഇങ്ങനെയൊന്നും അല്ല. എന്നാലും ഇവരാണോ നമ്മുടെ ഗസ്റ്റ്? സുരേട്ടാ ചെറിയ നീറുന്ന പ്രശ്നമായിട്ട് വന്നിരിക്കുക. എന്താണ്? ഇവര് ആത്മഹത്യയുടെ വക്കീൽ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ് ഇവരെ. അതാണ് നീറുന്ന പ്രശ്നം. അത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പിന്നെ ആത്മഹത്യയുടെ വക്കിൽ നിന്നല്ലേ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്. സുരേഷ് സാറേ, ഞാനേ പിന്നെ ഇങ്ങനെ ഇവിടെ വിട്ട് സ്നേഹമാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ കല്യാണം നാളെയാണ്. അപ്പൊ ഞാനിങ്ങനെ അവളെ കണ്ടപ്പോ ഞാൻ അവളെ വിളിച്ചോണ്ട് പോന്നു. നാളെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിന് ഇയാൾ വന്ന് വിളിച്ചപ്പോ നേരെ പോന്നോ? അത്രയും സ്നേഹമാണ് ഞങ്ങൾ. നീ പറയടി. എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല സുരാജേട്ടാ. ഓക്കെ, അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? എങ്ങനെയെങ്കിലും ഒന്ന് കൈ നിന്ന് കല്യാണം നടത്തി കൊടുക്കണേ. ഞാൻ കല്യാണം നടത്തി തരണം. ഞാൻ കല്യാണം നടത്തുന്ന അത്ര ശരിയുള്ള ഏർപ്പാടല്ല എന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ അല്ല, അത് കുഴപ്പമില്ല. അല്ല, കാര്യം വേറൊന്നുമല്ല. എനിക്ക് നിങ്ങളെ പരിചയമല്ല. അത് കാരണം പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം? ഞങ്ങൾ അറിയണ്ട, ഞങ്ങളെ പരിചയം വേണ്ട, ഞങ്ങൾ അറിയണ്ട. ഓക്കെ, സുരാജ് സാറിനെ ഞങ്ങൾക്ക് അറിയാമല്ലോ. പറഞ്ഞാൽ പറ്റില്ല. അത് പരസ്പരം അറിഞ്ഞിരിക്കണം. നിങ്ങളിപ്പോ ഒളിച്ചോടിയാണ് വന്നത്. ഇനിയിപ്പോ വീട്ടുകാർ അറിഞ്ഞോ, അവരെങ്ങനെ ഇടപെട്ടോ, ഇതെല്ലാ കാര്യങ്ങളും അറിയണം. അതല്ല പറ്റില്ല. അങ്ങനെ പറ്റുമോ? ഇല്ല. ഇവിടെ ഷോ തുടങ്ങാറായി. കല്യാണം നടത്തി എന്താ പറഞ്ഞ? കല്യാണം കഴിക്കണം. ഞാൻ കഴിച്ചാ മതിയോ? അല്ല, ഞാൻ കഴിച്ചാണോ? പിന്നെ കഴിക്കണമെന്ന് പറഞ്ഞത് അല്ല, പെട്ടെന്ന് ഞാൻ അറിയാതെ ഒന്നും. ജീവിതത്തിൽ ആർക്കും ഒരു തെറ്റ് വരും. ഏത് പോലീസുകാരുടെ തെറ്റ് പറ്റും. ഞാനിവിടെ തെറ്റൊന്ന് പറ്റട്ടെ. ഇയാൾക്ക് മാത്രം തെറ്റ് പറ്റിയാൽ മതിയോ? തെറ്റ് പറ്റുന്നതാണ് കല്യാണം. ഞാൻ അറിയട്ടെ. നീ മാറി തെറ്റിക്കും. അല്ല, ഞാൻ പറയുന്നത് ഇവിടെ നടക്കില്ല ഏട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ നടത്താമായിരുന്നു. ഇപ്പൊ 3 പേരും പിന്നെ 3 സാക്ഷി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എവിടെ വെച്ച് വേണോ കല്യാണം നടത്താന്നാണ്. എനിക്ക് നിങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും കൊണ്ടുപോവാ, ഞാൻ ഇവിടെ നിൽക്കാം. അത് പറ്റില്ല. നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാന്നുള്ള ആരെങ്കിലും പഞ്ചായത്ത് മെമ്പർ എനിക്ക് നല്ല പരിചയം. പഞ്ചായത്ത്
പഞ്ചായത്ത് മെമ്പർ പരിചയമുണ്ടോ? പരിചയമുണ്ട്. നീ വന്നേ. അയ്യോ, പഞ്ചായത്ത് മെമ്പർ പരിചയമുണ്ടോ? നല്ല വരിക എന്നിട്ട് നീ തന്നെ പാടി വിടുന്ന ആദ്യം വിളിച്ചിട്ട് വരണ്ടേ? പഞ്ചായത്ത് മെമ്പറിനെ. പെട്ടെന്ന് അതെ ആ. പഞ്ചായത്ത് മെമ്പർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോളിങ് വാ ഉം. കല്യാണം നടത്തി തരും. നിങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യാനൊന്നും പോണ്ട കേട്ടോ. ഒരു അല്പ ജീവനാണ് നമുക്കുള്ളത്. അപ്പൊ അത് നന്നായിട്ട് ജീവിക്കുക. എന്റെ ഒരു സഹോദരിയുടെ അല്ല, വേണ്ട ബ്രദറും അല്ല, അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാരും വന്നു കഴിഞ്ഞാൽ ഞാനത് നടത്തി തരും. എനിക്കത് കേൾക്കാം കേട്ടോ. മോളുടെ അച്ഛന്റെ സ്ഥാനത്ത് അച്ഛനെ സ്ഥാനം ആള് എല്ലാം പരസ്പരം ഇഷ്ടമാണ്, സമ്മതിച്ചൊക്കെ തന്നെയല്ലോ. പിന്നെ ആള് വരട്ടെ. ഞാൻ മോളെ ഇങ്ങനെ മാറി പറയട്ടെ, അച്ഛനെ സ്ഥാനം കേട്ടോ. അല്ല ഞാൻ പറഞ്ഞതാണ് അത്. കാരണം വെച്ചാൽ എനിക്കും ഒരു പെൺകുഞ്ഞുണ്ട്. ഇപ്പൊ നമുക്കിതൊരു ട്രെയിനിങ് ആവുമല്ലോ. ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെ വെച്ചാണ് ശരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നത്? ഞാൻ ട്രെയിനിൽ വെച്ചാണ് ഞങ്ങളുടെ സ്നേഹം തുടങ്ങുന്നത്. ഓ, ട്രെയിനിൽ വെച്ചാണ് സ്നേഹം തുടങ്ങുന്നത്. എന്തായാലും എനിക്കത് ഒരുപാട് വിചിത്രമായ. പ്രണയങ്ങൾ അതെ, പൊട്ടിട്ടുള്ള ഇതെങ്ങനെ ട്രെയിനിൽ വെച്ചാണോ കണ്ടത്? ട്രെയിനിൽ വെച്ച് ഞാൻ അവിടെ കണ്ടില്ല, പിന്നെ നമ്പർ കിട്ടിയായിരുന്നു. ഓ, അപ്പൊ വീട്ടിന്റെ അടുത്ത ആരോ ഇങ്ങനെ നല്ലൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നു അല്ലെ? നമ്പർ കിട്ടി. അങ്ങനെ നമ്പർ കിട്ടിയല്ല, പിന്നെ ഞാൻ മൂത്രപ്പുര പോയപ്പോ അവിടെ എഴുതി വെച്ചിട്ട് നമ്പർ. അങ്ങനെ നമ്പർ കിട്ടി. ഓഹോ, അയ്യോ, അങ്ങനെയുള്ള ആളല്ല. പിന്നെ എവിടുന്ന നമ്പറൊക്കെ എടുത്ത് ഒരു നമ്പർ മാറിയപ്പോ ഈ നമ്പർ കിട്ടി. റോങ് കോൾ ആയിരുന്നു സുരാജ് ചേട്ടാ. റോങ് കോൾ ഒക്കെ വന്നാൽ ഞാൻ എടുക്കാറുണ്ട്. അത് ശരി. ഇപ്പൊ പിടികിട്ടി. അപ്പൊ നല്ല തറവാടാണ്. അല്ല, ഞങ്ങള് കുഴപ്പമില്ല. അല്ല, ഈ റോങ് കോൾ പിടിച്ചപ്പോ ആളെടുത്തു, അങ്ങനെ പരിചയപ്പെട്ടത്. നല്ല സ്നേഹമായി. അപ്പൊ 5 വർഷമായി. ഇപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ പിന്നെ മറികടന്നാണ് അച്ഛൻ വേറെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. എന്തൊരു മനുഷ്യനെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തായാലും പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. ഇപ്പൊ പ്രേമിച്ചാലും അറേഞ്ച്ഡ് ആയാലും ചിലതൊക്കെ ഡിവോഴ്സ് ആകാറുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് നടക്കരുത്, സംഭവിക്കരുത്. കാരണം ഞാൻ ഒരു മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാനിത് നടത്തി തരുന്നത് അല്ലേ? അപ്പൊ ഒരു വിഷയം ഉണ്ടാവരുത്, ഒരിക്കലും ഡിവോഴ്സ് ആവരുത്. ഞങ്ങൾ പിരിയത്തില്ല സുരാജ് ചേട്ടാ. പിരിയത്തില്ല. അച്ഛൻ ഞങ്ങളും കൂടെ നിൽക്കാം. അമ്മയച്ചനല്ലേ ഇവിടെ? ഇതാ ഞാൻ അച്ഛന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞ അച്ഛന്ന് വിളിക്കുന്നു വേണ്ട കേട്ടോ. അപ്പൊ ആള് വരട്ടെ. ആള് വന്നതിന് ശേഷം നമുക്ക് ഗംഭീരമായിട്ട് വിവാഹം നടത്തി തരാം കേട്ടോ. ആ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് നിന്റെ അച്ഛൻ കണ്ടാ വഴക്ക് പറയും. ഫ്രീ ആയിട്ട് ഒരു മോളും കൂടെ ആയി. അല്ല, ഒരു മോളും കൂടെ ആയല്ലോ. അങ്ങനെ ഒരു നല്ല കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അശ്വതി എന്ത് പറയുന്നു? തീർച്ചയായിട്ടും നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്തത്. പ്രണയിക്കുന്ന മനസ്സുകളെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെ. അശ്വതിയും പ്രണയിച്ചല്ലേ വിവാഹം ചെയ്തത്? അതെ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എന്റെ ലൈഫിലെ വലിയൊരു ഭാഗ്യമാണിത്. ഞാൻ ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ്, അതും എല്ലാവരുടെ സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കാൻ കഴിഞ്ഞു. അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് നടക്കാതെ എത്രയോ പേരുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പ്രേമം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും കോഫി ഷോപ്പുകളിൽ വെച്ചാണ് പ്രേമം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അവസാനിക്കുന്നത് വൈൻ ഷോപ്പിലുമാണ്. പ്രേമം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈൻ ഷോപ്പിലിരുന്ന് അടിച്ച് ഫിറ്റായിട്ട് ജീവിതം നശിക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു പ്രേമം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മദ്യപിച്ച് ജീവിതം വേസ്റ്റ് ആക്കരുത്. കാരണം ഇതേ പ്രേമം പൊളിഞ്ഞ പെണ്ണ് അപ്പുറത്ത് വേറൊരുത്തിനുമായിട്ട് കറങ്ങി കിടക്കുകയാണ് പ്രേമിച്ച്. അവർ മദ്യപിക്കുന്നില്ല. സുരാജയുടെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും മദ്യപാനം മൂലം കേരളത്തിലല്ല, ലോകത്തില് എത്ര കുടുംബങ്ങളാണ് ശിഥിലമായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ ഈ മദ്യപാനം കൊണ്ട് കുടുംബം വെണ്ണീറായ ഒരു കുടുംബത്തിലെ കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ കുടുംബമൊക്കെ പിണങ്ങിപ്പോയി, ഡിവോഴ്സായി. അപ്പോൾ അതിനുശേഷം മദ്യപാനം കാരണം കുടുംബം എല്ലാം പോയതിനു ശേഷം ഇയാൾ വീട്ടിൽ വന്നിരുന്ന അത് ഓർത്തിട്ട് അവിടെ കുടിച്ചിട്ടിരുന്ന ബിയർ കുപ്പിയെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഓരോ കുപ്പി എടുത്തിട്ട് വളരെ വിഷമത്തോടു കൂടി, നീ കാരണം എൻ്റെ ഭാര്യ പോയി, എന്നിട്ട് അടിച്ചങ്ങ് പൊട്ടിക്കും. അടുത്ത കുപ്പി എടുക്കും, നീ കാരണം എൻ്റെ മക്കൾ പോയി, അടിച്ച് പൊട്ടിക്കും. വീണ്ടും ഒഴിഞ്ഞ കുപ്പികൾ എടുത്തിട്ടാണ് വീണ്ടും എടുക്കും, നീ കാരണം ഒഴിഞ്ഞ കുപ്പി നോക്കിയിട്ടാണ്, നീ കാരണം എൻ്റെ ജോലി പോയി, അടിച്ചങ്ങ് പൊട്ടിച്ച്. അടുത്ത ഒരെണ്ണം എടുത്തപ്പോൾ അതിൽ ബിയർ ഉണ്ടായിരുന്നു. പുള്ളി അത് നോക്കിയിട്ട്, എനിക്കറിയാം നിനക്ക് ഈ പ്രശ്നവുമായിട്ട് ഒരു ബന്ധമില്ല, നീ അങ്ങോട്ട് മാറിയില്ല. വീണ്ടും അടുത്ത എടുത്തിട്ട്, നീ കാരണം ഇങ്ങനെ ഓർത്തോർത്ത് അടിക്കുകയും പൊട്ടിക്ക് കളയുന്ന ഫാമിലി ഉണ്ട്. ചേട്ടൻ അത് നന്നായിട്ട് സൂചിച്ചു എന്ന് തോന്നുന്നു അല്ലേ? എത്ര പ്രാവശ്യം നിർത്തി മദ്യപാനം? എത്ര പ്രാവശ്യം നിർത്തി? അതുപോലെ തന്നെ ഓർത്തോർത്ത് അടിച്ചു പൊട്ടിച്ചു. കുടുംബം എല്ലാം പോയാ? വേണ്ടായിരുന്നെന്ന് ഇപ്പൊ തോന്നണല്ലേ? ഇതുപോലെയാ ചില ആൾക്കാര്. ചിലർ പറയാറുണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നതാണ്, പക്ഷെ എനിക്കിത്ര ശീലമായിട്ടില്ല. 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് കുടിക്കുകയാണെ, എനിക്കിത്ര ശീലമായിട്ടില്ല. അതിനുള്ള ആളാണോ? ഉണ്ടോ? ശീലമുണ്ടോ?
ഇല്ല, ഇങ്ങനെ സ്ഥിരം മദ്യപാന ശീലമായ ഒരാളുടെ കഥയും കൂടെ ഞാൻ പറയാം. ദേവി, ഇത് ചേട്ടന്റെ കഥയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കണ്ണാടി ഞാൻ അറിഞ്ഞൊരു കഥയാണ്, അത് കേട്ടോളണം. സ്ഥിരം അടിച്ചിട്ടേ പുള്ളി വീട്ടിൽ വരൂ. പക്ഷെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് തെറിയും പറയും. അതുകൊണ്ട് വൈഫിനെ പേടിച്ചിട്ട് ബാറിലിരുന്ന് കഴിക്കുകയാണ്. 2 എണ്ണം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പേര് പറഞ്ഞു 10 മണിയായി, അതെ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് അടിക്കാൻ പറ്റില്ല, നിങ്ങൾ പൊക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻസ് സാധനം അയാൾ ഒരു കുപ്പിയിൽ ഒഴിച്ചെടുത്ത്, ഒരു 3-4 പെക്ക് വരും, അതിനടുത്തൊരു കുപ്പിയിൽ ഒഴിച്ചിട്ട്, സാധാരണ കുടിയന്മാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലർ ഇവിടെ വെക്കും, ചിലർ ഇത് ഇവിടെ വെക്കും, ഇങ്ങനെ കയറ്റിയിട്ട് പതി ആരും അറിയാത്ത പോലെ ഡീസൻ്റ് ആയിട്ട് നേരെ വീട്ടിൽ വന്നതിന് ശേഷം കിടക്കാൻ നേരത്തെ അടിക്കാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. വന്നപ്പോൾ വീട്ടിൻ്റെ ഇവിടെ വന്നത് കാല് തെറ്റി അങ്ങ് വീണ് ഈ കുപ്പി പൊട്ടി ഇവിടെ അത്രയും അങ്ങായി. കുപ്പി പൊട്ടി ഈ സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പേര് വേണോ വിളിക്കാം, അവരവരുടെ ഇഷ്ടത്തിന്. ഈ സ്ഥലം ഈ സൈഡ് കംപ്ലീറ്റ് ചില്ല് കയറി, ഇയാളാകെ ബ്ലഡ് ഒലിച്ച് നിൽക്കുക. ഇതിപ്പോ എങ്ങനെ വൈഫിനോട് പറയാനും പറ്റൂല. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് എന്നെ പതിയെ നടന്ന് അതിന്റെ ബാക്കിൽ വന്നിട്ട് പിന്നെ ബാക്കെല്ലാം വൃത്തിയാക്കിയിട്ട് അകത്ത് കയറിയിട്ട് പ്ലാസ്റ്ററൊക്കെ എടുത്ത് കറക്റ്റ് കണ്ണാടിയിലോട്ട് നോക്കി, ഇങ്ങനെ കണ്ണാടിയിൽ അവിടെ, കാര്യം വൈഫിനെ വിളിക്കാൻ പറ്റില്ല, കണ്ണാടിയിലൊക്കെ നോക്കി 2 എണ്ണം അടിച്ചേക്കാണ്, ഫിറ്റുമാണ്, കംപ്ലീറ്റ് കറക്റ്റ് ഒട്ടിച്ച്, ആരും അറിയാതെ എല്ലാം ഒട്ടിച്ചിട്ട്, കണ്ണാടിയിൽ നോക്കി എല്ലാം ഒട്ടിച്ചിട്ട് കറക്റ്റ് വന്നിട്ട് മൂടി പോച്ച് അങ്ങ് കിടന്നു. ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് സന്തോഷിച്ച ഇങ്ങനെ കിടക്കുന്നത്. വൈഫൊന്നും അറിഞ്ഞിട്ടില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോ വൈഫ് ചോദിച്ചു, ഹലോ എന്താടി ഇന്നലെ ഫുൾ പറ്റായിരുന്നല്ലേ? ഞാൻ 2 എണ്ണേ അടിച്ചോളൂ. 2 എണ്ണമൊക്കെ അടിച്ച് ആ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റർ മര്യാദയ്ക്ക് എടുത്ത് കള. ഇയാൾ അടിച്ചിട്ട് ഇവിടെ എന്ന് പറഞ്ഞ കണ്ണാടിയില്ല ഒട്ടിക്കുന്നത്. അങ്ങനത്തെ സ്ഥിരം കുടിയന്റെ കഥയുണ്ട്. അണ്ണന് നല്ല സ്വീറ്റ്. ശരി തന്നെ, അത് അണ്ണന്റെ കഥയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഇദ്ദേഹം ചെയ്ത ഒരു സംഭവമാണ്. അങ്ങനെ മറ്റൊരു കുടുംബം കൂടി തകർത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബം കൂടി തകർത്തിരിക്കുന്നു. താങ്ക് യു. എന്തായാലും ഐശ്വര്യത്തോടു കൂടി ഇന്ന് വന്നിരിക്കുന്ന ആ ഗസ്റ്റ് ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. അതെ, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അപ്പൊ നമുക്ക് പെൺകുട്ടികളെ ആദ്യം സ്വാഗതം ചെയ്യാം. കാരണം നമുക്ക് ഇന്നൊരു വലിയ കൂട്ടം ഗസ്റ്റുകൾ തന്നെയുണ്ട്. ദൂരം എന്ന ഇപ്പൊ റിലീസാകാൻ പോകുന്ന ദൂരം എന്ന സിനിമയിൽ അഭിനയിച്ച ആക്ടേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അത് ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. മക്ബൂൽ സൽമാന്റെ നായികമാരായിട്ട് എത്തിയിട്ടുള്ള 2 പേരാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇരട്ട സഹോദരിമാർ നായികമാരായിട്ട് ഒരേ ചിത്രത്തിൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ള 2 പേരാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഐമ ആൻഡ് ഐന. ഇനി ഒരാളും കൂടെയുണ്ട്, ആൻഡ് നിർമ്മൽ.
നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും 2 ഇരട്ടകൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. ഒരാളെ കാണാൻ പറ്റുള്ളൂ. ഇനി ഒരാളെവിടെ? ആ, അവിടെ ഉണ്ടോ? ഇതിന്റെ മറകിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. നമസ്തേ. നമ്മുടെ പേര് Aina. ഐന. Aina. നമ്മുടെ Aima. നമ്മള് നിർമ്മൽ. എന്തായാലും നിർമ്മലെ സുഖാണോ? നിർമ്മലിനെ നമ്മൾ എന്തായാലും നേരത്തെ കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ ആമേൻ എന്ന ചിത്രത്തില് എപ്പോഴും തീറ്റക്കാരനായിട്ടുള്ള ഒരു കൊച്ചച്ഛനുണ്ട്. ആമേൻ എന്ന ചിത്രം അത് നമുക്ക് മറക്കാൻ കഴിയില്ല. അതിലെ കൊച്ചച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇനി വേറെ ഉണ്ടല്ലോ സിനിമകൾ. ചാപ്റ്റേഴ്സ് അല്ലേ? ചാപ്റ്റേഴ്സ്, ഇഡിയറ്റ്സ്. ഡാ തടിയൽ മാത്രമില്ല, അതിലുണ്ട്. അതിലുണ്ടോ? എന്റെ ദൈവമേ, ഡാ തടിയലാണ് ആദ്യം നമ്മൾ നോക്കിയിരുന്നത് അല്ലേ? ഫസ്റ്റ് പടം ഏതാ? ഫസ്റ്റ് നവാഗതർക്ക് സ്വാഗതം, മുകേഷ് മുകേഷ് കൂടെ. എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. എല്ലാ പടങ്ങളും കൊള്ളായിരുന്നു. ഓക്കെ. നിർമ്മലിന്റെ സ്ഥലം എവിടെയാ? തൃശ്ശൂർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ അച്ഛൻ ജോലിയുണ്ടോ? അച്ഛൻ ബിസിനസ്സിന്. അമ്മ ഒരു പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ആയിട്ട് കൂടി. പ്രൊഡക്ഷൻ പരിപാടി, സിനിമ പ്രൊഡക്ഷൻ, ഫുഡിന്റെ പരിപാടി. ഫുഡിന്റെ ഇപ്പോഴും നല്ല ബിസിനസ്സാണ് ഫുഡിന്റെ പരിപാടി. അത് എവിടെയൊക്കെയാണ് നിങ്ങൾ കൊടുത്തയക്കുന്നത്? കയറ്റി അയക്കുന്നതാണോ? അല്ല, കിച്ചണിൽ നിന്ന് ഡൈനിങ് റൂം വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അറിയാലോ, ഞാൻ പറയുന്നു. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ് കംപ്ലീറ്റ് നിർമ്മലിന് വേണ്ടിട്ട് ഞാൻ പുറത്ത് കൊടുക്കാറില്ല. ഇനി നമുക്ക് ആനയെ എന്താ ആന ഇവിടെ സെന്ററിലല്ലേ? ആന സെന്ററിലേക്കാണ്. ഓക്കെ. ഇതിലാരാ കൈപൊക്ക? ആരാ? ഐന, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോ വളരെ സന്തോഷകരമായ മുഹൂർത്തമാണ്. ഇനി ദൂരം എന്ന സിനിമ റിലീസാകാൻ പോവുകയാണ് അല്ലേ? തകർത്ത് അഭിനയിച്ചിട്ടുണ്ടോ രണ്ടുപേരും? ഭയങ്കര ആണോ? ഇത് ഐന. ഐമ. ഇത് നിങ്ങൾക്ക് അച്ഛനും അമ്മമാർക്ക് ഇത് തെറ്റാറുണ്ടോ? ഐന അമ്മയെ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വിളിക്കാൻ വേറെ പേരുണ്ടോ? ആണോ? എന്താ അത്? അവള് ചിന്നു, ഞാൻ പൊന്നു. അതാണ് എളുപ്പം. അവര് ബാക്കിയുള്ളവർക്ക് നാക്ക് ഉരുങ്ങാൻ വേണ്ടിട്ട് ഐന, ഐമ. പക്ഷെ വീട്ടിൽ അവര് ചിന്നു, ചിമ്മു. എന്ത് ഈസി ആയിട്ടാ പേര്. ചിന്നു, പൊന്നു. നല്ല പേരല്ലേ? അതുപോലത്തെ പേരൊന്നും ഇടല്ലേ നാട്ടുകാർ ഡെയിലി വിളിക്കുന്നെങ്കിലോ അല്ലേ? പിന്നെ സ്കൂളിലൊക്കെ തെറ്റാറുണ്ടോ? പഠിച്ചോണ്ടിരുന്ന ഒരിടയ്ക്ക് തെറ്റുമായിരുന്നു. പിന്നെ +2 വരെ ഞങ്ങൾ ഒരുപോലെ ഇരുന്നേ. പിന്നെ ഡിഗ്രി ചെയ്ത് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പം ഞാൻ നല്ല വ്യത്യാസം വന്നു. അതെന്താ ആദ്യം ഒരുമിച്ച് ഒരേപോലെയാണ് ഇരുന്നത്? പിന്നീട് എന്താ ഇത്? മമ്മി ഒരാൾക്ക് ഭക്ഷണം കൂടുതൽ തന്നോ? ഞാൻ തന്നെ എന്റെ റോൾ മോഡൽ. അതിനുശേഷം ആണോ? അതോ ഈ സിനിമയിൽ വന്നതിന് ശേഷം ഒരാൾ തടിച്ചതാണോ? അല്ല, അതിന് മുന്നേ തടിച്ചായിരുന്നു കുറച്ച്. നിങ്ങൾ രണ്ടുപേരില് ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ കഴിവുള്ളത് ആർക്കാണ് ഈ രണ്ടുപേർക്ക്? എനിക്ക് തോന്നുന്നില്ല എനിക്കാണെന്ന്. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുത്തിരിക്കുകയാണ്. വെളിയിലിറങ്ങി കഴിയുമ്പോൾ നേരെ തിരിച്ചു പറയും. ഇപ്പൊ ആയതുകൊണ്ട് രണ്ടുപേരും കൂടുതൽ കഴിവെന്ന്. ആണോ? മക്ബൂൽ സൽമാന്റെ നായികമാർ, രണ്ടുപേരും നായികമാരായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ? അല്ല, ഇതിനു മുമ്പ് അങ്ങനെ ഇരട്ട സഹോദരിമാർ ഒരേ ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടില്ല. നമ്മൾ നായികയെ ഡബിൾ റോളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ സെയിം ആളെ തന്നെയാണ് നമ്മൾ രണ്ട് വേഷവും ഡബിൾ റോൾ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ട്വിസ്റ്റും സംഭവങ്ങൾക്കും അങ്ങനെയൊക്കെ ചാൻസ് ഉള്ളതാണോ? കുറച്ച്. എങ്ങനെയാണ് രണ്ടുപേരും? നിങ്ങൾ അവിടെ സെറ്റിൽഡ് ആണ്, ദുബായിൽ സെറ്റിൽഡ് ആണ്. എബ്രോഡ് ആണ്. അപ്പൊ എങ്ങനെയുണ്ട് നിർമ്മലെ നമ്മുടെ സിനിമ അഭിനയം? ഇവരുടെ ആദ്യ പടം അടിപൊളിയല്ലേ? അടിപൊളിയാ. ആണോ? സിനിമയിലേക്ക് വന്നത് ഞാൻ നടന്നു വന്നത്. എന്താണ് നടന്നാ വന്നത്? ഇത് ഒരു വണ്ടിയിലും കയറില്ല. അവന് വണ്ടി ഇഷ്ടമല്ല. നിർമ്മലിനെ നമ്മളിങ്ങനെ പറയുന്നത് നിർമ്മലിനെ നേരത്തെ എനിക്കറിയാം. അതുകൊണ്ടാണ് കേട്ടോ, വളരെ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലേ നിർമ്മലെ? പിന്നെ പറയൂ, വിശേഷങ്ങൾ പറയൂ. ദുബായിലെ വിശേഷങ്ങൾ, സിനിമയിലെ വിശേഷങ്ങൾ. ദുബായിലും നല്ല വിശേഷം. നല്ല ചൂടാണ് അവിടെ. നല്ല ചൂടാണ്. ഇപ്പൊ തണുപ്പ് തുടങ്ങിയല്ലോ. തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഞങ്ങൾ രണ്ടും. ഞങ്ങൾക്ക് ഒരു അനിയത്തിയും കൂടെ ഉണ്ട്. അവൾ +1 പഠിക്കുന്നു. ഇതുപോലെയാണോ കാണാൻ? അല്ല, ഇച്ചിരി കൂടെ വലുതാ. നിങ്ങൾ ഇനി ഫുൾ ടൈം സിനിമയാണോ?
ഇല്ല ചിലപ്പോ പറയാൻ പറ്റില്ല. എനിക്ക് നല്ല ഓഫറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ കയറും. പിന്നെ എനിക്കിപ്പോ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ? ദുബായിലാണ്? ഷാർജ എയർപോർട്ടില്. അപ്പോ ആദ്യം ഞാൻ എയർപോർട്ടിൽ ലൈക്ക് ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ നല്ല ഓഫേഴ്സ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ സിനിമ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്നില്ല, നല്ല ക്യാരക്ടേഴ്സ് നല്ല റോളുകൾ കിട്ടുകയാണെങ്കിൽ അതിൽ ചെയ്യും. ഇപ്പൊ എന്തായാലും ജോലിയുണ്ട്, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. മോൾക്ക് ജോലിയുണ്ടോ? ഇല്ല. അതെന്തേ? നീ സിനിമ തന്നെയാണ് അങ്ങോട്ട് നോക്കുന്നത്? അല്ല, എയർപോർട്ടിൽ നിങ്ങൾ ഒരാൾ ഒരു ജോലി മതിയല്ലേ? ശരിക്കും ഇരട്ടകൾക്ക് ഒരു ജോലി മതി. കാര്യം ഒരു ദിവസം അവര് പോവുക, പിറ്റേ ദിവസം മറ്റൊരാൾ പോവുക. അത് എന്ത് സൗകര്യമായിരിക്കും അല്ലേ? എന്താണ് വേറെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ? എങ്ങനെയാ ഈ കലയുമായിട്ടുള്ള റിലേഷൻ? നേരെ ഒരു ദിവസം സിനിമയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തല്ലോ, അതിന് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമല്ലോ. ഡാൻസ് ആയിരുന്നു മെയിൻലി. ഞങ്ങള് ട്രെയിൻ ക്ലാസിക്കൽ ഡാൻസസാ. ലൈക്ക് 3 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് എന്റെ ഓർമ്മ. 3 വയസ്സ് തൊട്ട് ക്ലാസിക്കൽ ഡാൻസ് ട്രെയിൻ ചെയ്ത 2 പേരാണ് നമ്മുടെ പുതിയ നായികമാർ. ഞാൻ 3 വയസ്സ് വരെ നടക്കാനേ പഠിച്ചത്. ഡാൻസ് പഠിക്കണം. 3 വയസ്സായപ്പോ പുള്ളി നടക്കാൻ പഠിച്ചില്ല. നടക്കാൻ പഠിച്ചോ? പഠിച്ചു. നടക്കാൻ പഠിച്ചു. നിന്റെ ആ 3 വയസ്സിലെ നടത്തയാവുന്ന ആലോചിച്ചോ? അല്ല, അന്നേ തടി ഉണ്ടായിരുന്നു നിർമ്മലിന്? അന്ന് തടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വയറുണ്ടായിരുന്നു, ഈ സൈഡൊക്കെ കുറച്ചുണ്ടായിരുന്നു. തടിയായിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ തടിയെന്ന് പറയാം. എല്ലാ സ്ഥലത്തും ഒരു 3 കിലോ വെച്ചിങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പൊ തടി കുറയ്ക്കണം തോന്നിയിട്ടുണ്ടോ നിർമ്മൽ? എന്തിനു എല്ലാവരും എന്നോട് ചോദിക്കുന്നല്ലോ തടി കുറയ്ക്കണോ തടി കുറയ്ക്കണോ? നിങ്ങൾക്കൊല്ല കുഴപ്പമാണ് ഞാൻ തടി ഉള്ളതുകൊണ്ട്. നമുക്കൊരു കുഴപ്പം, നമുക്ക് സന്തോഷം. അത് നിർമ്മലിന്റെ ഇഷ്ടമാണ്, തടി കൂട്ടുന്നതും കുറയ്ക്കുന്നതും അല്ലേ? ഈ തടി കൊണ്ട് നിർമ്മലിന് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. അപ്പൊ പിന്നെ കാണുന്ന നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഇതാണ് നമ്മുടെ മലയാളികൾക്കുള്ള കുഴപ്പം. നിങ്ങൾ ഇതിൽ ഓക്കെയാണ്, പിന്നെ എന്താ കുഴപ്പം? വേണ്ട, ഇവള് ഇതിലും ഓക്കെ അല്ലേ? അയിന ഇനി വിശേഷങ്ങൾ പറയും, പ്രോത്സാഹിപ്പിക്കൂ വീട്ടുകാരൊക്കെ. കൂട്ടുകാരെല്ലാം എന്ത് പറയും? കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയും? അവർക്ക് ഭയങ്കര സന്തോഷം. അവരുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് സിനിമയിൽ അഭിനയിച്ച് കുറച്ച് ഫേമസ് ആയി. ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ ബികോം കഴിഞ്ഞു. അതും ദുബായിലാണ്. അവിടെ തന്നെ. ഇനിയിപ്പോ എന്താണ് തുടർന്ന്? ഞാൻ തുടർന്ന് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് അവൾക്ക് ജോലിയായി. നമ്മൾ ഇതുപോലെയാണ്, സിനിമ നല്ല സിനിമ വരികയാണെങ്കിൽ എടുക്കും. ഓക്കെ, നല്ല സിനിമ എന്തായാലും ഇനി ഈ ദൂരം കണ്ടതിന് ശേഷം നല്ല നല്ല ഓഫറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? വിശ്വാസം ഉണ്ടല്ലോ. ദൂരത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആണോ? അതിനകത്ത് സുരാജേട്ടന്റെ ശബ്ദത്തോടു കൂടിയാണ് ആ ചിത്രം തുടങ്ങുന്നത്. ഇതുവരെ സുരാജേട്ടൻ പറയുന്നത് കേട്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരാളാന്ന് തോന്നുമോ? ഞാനാണോ ശബ്ദം കൊടുത്തത്? സുരാജേട്ടന്റെ ശബ്ദത്തിലാണ് സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ഞാൻ 2-3 അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് സസ്പെൻസ് ആണ്. ഞാൻ ഇപ്പൊ പൊളിക്കല്ലേ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി ഞാൻ വിചാരിച്ചത്. ഇത് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കാണാം, ദൂരത്തിന്റെ. ഓക്കെ, കഥാപ്രസംഗം ആരംഭിക്കുന്നു. കഥയുടെ പേര് ദൂരെ. ഈ കഥ നടക്കുന്നത് ഇവിടെ, അങ്ങ് ദൂരെ ദൂരെ. നീ ഇവിടെ കഥ പറയാനല്ലേ പോകുന്നത്? കഥാപാത്രങ്ങളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം. ഇവൻ ഭീകരൻ, സ്ത്രീ വിരോധി, വളരെ മിതമായി സംസാരിക്കുന്നു. ഇനി മേലെ ഒരു ആണിന്റെ മേലെ നിന്റെ കൈ പൊന്തിയ മസിൽ പിടുത്തമുണ്ടെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും. ഇതാണ് ഡെന്നിസ്, ജീവിതത്തെ സീരിയസ് ആയി നോക്കിക്കാണുന്ന ചെറുപ്പക്കാരൻ. ഈ സാറിന്റെ പ്രത്യേകത എന്തെന്നാൽ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അപ്പാളിയന്റെ മുടി പറക്കും. ഇവൻ സമീർ, അവന്റെ മുഖത്തേക്ക് നോക്കൂ, പാവം. പക്ഷേ കയ്യിലിരിപ്പ് ഞാൻ പറയുന്നില്ല. നമ്മുടെ രായപ്പന്റെ മോളല്ലേ? ഇത് ഷാനവാസ്, കഥയിലെ സ്ലിം ബ്യൂട്ടി. ബുദ്ധിക്ക് 5 പൈസ കുറവുള്ളത് കൊണ്ട് ഭക്ഷണം മരുന്നായി കഴിച്ച് ജീവിക്കുന്നു. പക്ഷെ അടി തെറ്റിയാലും ഈ ആന വിടില്ല. അളിയാ, ഇന്നത്തോടെ നമ്മുടെ ലൈഫ് മാറാൻ പോവാ. പടച്ചോനെ കാത്തോണേ. ജീവിതം എപ്പോഴും ഒരു നിമിഷത്തെ തിരിച്ചറിവാന്ന് കേട്ടിട്ടില്ലേ? മറക്കാൻ നീ തയ്യാറായ മതി.
ഉഗ്രൻ ട്രെയിലറായിരുന്നു. അതെ, നല്ല പ്രതീക്ഷയ്ക്ക് വക ഇത് നൽകുന്നതാണ്. ഉറപ്പായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ദൂരം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ എത്തിയിരിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 ദിവസം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഹ്യൂമർ സിറ്റുവേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കഥാപ്രസംഗവും എന്നെ കൊണ്ട് തന്നെ അവർ ചെയ്യിപ്പിച്ചു. അത് ട്രെയിലറിന് വേണ്ടി മാത്രമാണ്, പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ദൂരം ഒരു മികച്ച ചിത്രമായി മാറട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിക്കുന്നു. ഇനി ആ ദൂരത്തിൽ ഇപ്പം ട്രെയിലറിൽ നമ്മൾ കണ്ട ആ ചെളിയിലേക്ക് ആന വീഴില്ല എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് വീഴുന്നത്, അത് എത്ര സമയം വീണു? അത് ഞാൻ ഫസ്റ്റ് വീണപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പൊ നമ്മുടെ ക്യാമറമാൻ ടിഡിക്ക് ഒരു ആഗ്രഹം, എല്ലാ ആംഗിളിൽ നിന്ന് എടുക്കണം. വീഴുന്നത് എല്ലാ ആംഗിളിലും എടുക്കണം. എനിക്ക് തോന്നുന്നു നിർമ്മൽ അവിടെ ചെന്ന് ആഹാരം കഴിക്കുന്ന പുള്ളിക്ക് തീരെ പിടിച്ചു കാണില്ല. അതുകൊണ്ടായിരിക്കും കട്ടപ്പണി ഒരുപാട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ പ്രൊഡ്യൂസർ അല്ല, എന്തിനാണ് ഈ ചതിന്ന് ഞാൻ ആലോചിക്കുന്നത്. കാര്യം തിന്നില്ലേ, ഇതൊക്കെ നീ ഒന്ന് വീണിത് തീർത്തിട്ട് പോയാൽ മതി എന്നായിരിക്കും. എന്നിട്ട് ആദ്യം ഇവിടെ വെച്ചു, വീണു. അവിടെ ഈ പോയിന്റിൽ വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ വേണം. ഞാൻ അവിടെ വീഴുമ്പോൾ തെറിച്ചു പോകും, ബൗൺസ് ചെയ്യും. അങ്ങനെ ഒരു 10-15 വട്ടം വീണുണ്ട്. ദൈവമേ, അതാണ് ഈ കാണുന്നത്. 10-15 വട്ടം വീണതിൽ ഒരു വീഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അല്ല, അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അനാവശ്യമായിട്ട് എന്തായാലും വീഴ്ചതായിരിക്കില്ല. അതിന് വേണ്ടിയിട്ട് അത്രയും നല്ല ഷോട്ട് ഗംഭീരമാണ്. ഇപ്പൊ ഇത് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് 8 തവണ വീണതിന്റെ യാതൊരുവിധ കുഴപ്പമില്ല. കാരണം അസലായിരുന്നു, അസലാണ് അവർ ഓക്കെ വെക്കുന്നത് കേട്ടോ. അതിന് ഉപയോഗം ഉണ്ടാവും. ഇനി തിയേറ്ററിൽ ഇതുപോലുള്ള കയ്യടി കിട്ടും. ഓക്കെ, രണ്ടുപേരും പുറത്താണ് പഠിച്ചു വളർന്നെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സംശയമാണ് എങ്ങനെ നല്ല വൃത്തിയായിട്ട് മലയാളം പറയുന്നു എന്നുള്ള കാര്യം. അത് 6 ഇയേഴ്സ് ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് പഠിച്ചിട്ടുണ്ട്. കോട്ടയം മൗണ്ട് കാർമൽ വിദ്യാനികേതനിൽ 7th തൊട്ട് 12th വരെ ഞങ്ങൾ അവിടെയാണ് പഠിച്ചത്. നാട്ടിലാണ് ഹോസ്റ്റലിൽ നിന്നാ പഠിച്ചത്. അതുകൊണ്ട് അപ്പൊ ബാക്കിയുള്ളവർ പഠിപ്പിച്ചു മലയാളം. അങ്ങനെ പറയാം. ഇപ്പൊ അവിടെ ഉള്ളവരൊക്കെ നന്നായിട്ട് മലയാളം പറയുമോ? ദുബായിലാ? പിന്നെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നേക്കാളും നല്ലതായിട്ട് അവിടെ ആൾക്കാർ പറയും. അതാണ് അത് കറക്റ്റ്. ഇത് മാത്രമല്ല, ഇപ്പൊ ഓണമായാലും വിഷു ആയാലും റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ആചരിക്കുന്നത് എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളികളാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. മറുനാടൻ മലയാളികൾക്ക് ഞങ്ങളുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ പ്രത്യേക അഭിനന്ദനം. അപ്പോൾ ഇനി അല്പസമയം ദേ അവിടെ ഇരിക്കാം, നമ്മുടെ ആ സ്കിറ്റ് ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു. ആ മാലയും പൊക്കെയൊക്കെ റെഡി ആയിട്ടോ, നീ അങ്ങ് വന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് പോരാ. ഞാൻ ചെറുക്കനും പെട്ടെന്ന് സുരേട്ടാ, ആ പെണ്ണിന് ചെറുക്കനെന്തേ? അവിടെ അവരെന്തോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ വിളിക്ക് സമയം പോയി. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വരുന്നുണ്ട്. നീ വരുന്നു കണ്ടില്ലേ? വന്നോ? അയ്യോ, നിങ്ങൾ പെണ്ണല്ല, നിങ്ങൾ ആണും പെണ്ണും കെട്ടവനാ. ഇങ്ങോട്ട് എങ്ങനെ വരാൻ നോക്കി? അയ്യോ, ഇതാരിക്കുന്നത് കണ്ണാടിയൊക്കെ വെച്ച്? കേട്ടു നോക്കിയേ. മക്കളാരും നോക്കിയില്ലെങ്കിൽ അമ്മച്ചി എൻ്റെ അടുത്ത് പറയണം, ഞാനങ്ങ് വീട്ടിലേക്ക് വരും, നമുക്ക് 1 മണിക്കൂർ കണ്ണി നോക്കിയിരിക്കാം കേട്ടോ. ഇലക്ഷനൊക്കെയാണ് വരുന്നത്, വോട്ടടിക്ക് തന്നെയാണെന്ന് അറിയാം, എന്നാലും മറക്കരുത് മെമ്പറേ. ഓ, അത് നമ്മുടെ വാർഡിലുള്ള സ്ത്രീ അല്ലത്. അല്ലേ? ഇവിടെ കാസർഗോഡ് ഉപ്പളയിലുള്ള ഏതോ ഒരു അമ്മച്ചി അത്. എടാ, ഉപ്പളയിലായാലും കുപ്പളയിലായാലും അവിടെ എല്ലാവർക്കും വോട്ടില്ലാടാ. വോട്ടുണ്ട്. അത് ഞാനങ്ങ് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അല്ല, ഇതൊരു അയ്യപ്പ ചേട്ടനാ. എന്താ ഉണ്ട് വിശേഷമൊക്കെ? മോളെ കല്യാണത്തിന് ഞാൻ വന്നായിരുന്നു. ചെറുക്കനങ്ങ് ഗൾഫിലല്ലയോ? അവനോട് പറയണം, ഇലക്ഷൻ ഇടയ്ക്കാണ് വരുന്നത്, വോട്ട് എനിക്ക് തന്നെ തപാലി ചെയ്തൊക്കെ പറയണം. ചെയ്യണമെന്ന് ചെയ്യരുതെന്നാ ആള് കൊള്ളാമല്ലോ. അല്ല, ഇങ്ങോട്ട് വാ. അവിടെ കിടന്ന ഒരുമാതിരി ആഫ്രിക്കൻ മുഷിയുടെ തലയായിട്ട് വരുന്നു. ആഫ്രിക്കൻ മുഷി ഇതൊരു ചാനലാണ്. നമ്മുടെ പഞ്ചായത്തിലെ പോലെ കിടന്ന് വിടുവായിത്തരം ഒന്നും പറയരുത്.
ഞാൻ എന്താ വിടുവായത്തരാണ് പറഞ്ഞത്? ഞാൻ മൊത്തം വിടുവായത്തരേ പറയുള്ളൂ, അറിയാവോ? എന്താ ഈ കഴിഞ്ഞ ദിവസം സുകുമാരനെയും ഭാര്യയും കൂടെ ഒത്തുതീർപ്പ് വീട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടായിരുന്നു. ഇപ്പത്തെ അവര് ഡിവോഴ്സ് ആയിട്ട് രണ്ട് കരക്കായി നിങ്ങളുടെ ഉപദേശം കാരണം, അറിയോ? ഞാൻ മാത്രമല്ല, യൂട്യൂബിലൊക്കെ മൊത്തം വൈറലായിരിക്കുക. വൈറലാക്കാണെങ്കിൽ കുറച്ച് മരുന്ന് മേടിച്ചു കൊടുത്താൽ മതി. എടാ അത് സംഭവം ഡൈവേഴ്സ് ആവാനുള്ള സംഭവം അതൊന്നുമല്ല. എടാ ഇവന്റെ മോന് ഒരു ദിവസം ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. അവൻ എന്റെ ചോരയല്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം പൂർത്തിയായിരുന്നു. ചെറിയ സംശയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ചോരയാണോന്ന്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ല നിങ്ങളുടെ ചോരയാണെന്ന്. എല്ലാരും കേട്ടല്ലോ അല്ലേ? നിങ്ങളുടെ ചോര. അതല്ല പറഞ്ഞത്. പിന്നെന്താ? അവൻ എന്റെ ചോരയിലാണ് ഞാൻ കൊടുത്തത്. ഓ ഈ മറ്റേ ഞരമ്പേക്കട കെട്ടുന്ന ചോര അല്ലടാ, വായിക്കൂടെ ഒഴിച്ചു കൊടുക്കുന്ന ചോര. ഇത് ഞാൻ ഒത്തുതീർപ്പാക്കാൻ ചെന്നപ്പോ അവനോട് ഞാൻ പറഞ്ഞു, ഡാ നീ മകനെ നന്നായിട്ട് നോക്കണം, അവൻ എന്റെ ചോരയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ പെണ്ണുമ്പിളെ എടുത്തിട്ട് ഇടിച്ചിട്ട് കുടുംബ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്ന കാര്യമുണ്ടോ? നീ ആവശ്യം പറയേണ്ട കാര്യമുണ്ടോ? നാട്ടുകാർ മൊത്തം അറിയത്തില്ലേ? നീ ആവശ്യം പണി ഉണ്ടാക്കരുത് കേട്ടോ. നീ എവിടെ പിടിച്ചോണ്ട് വന്ന് വേറെ എന്തോ കാര്യത്തിലാന്ന് പറഞ്ഞിട്ട് അതിന് എന്നോടല്ല ചൂടാകുന്നത്, അവരോട് ചൂടാകും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കല്യാണം നടക്കാൻ പോവാ. ആ ചെറുക്കനെ പെണ്ണും താലി കെട്ടാൻ സഹായിക്കാനാണ് വിളിച്ചോണ്ട് വന്നേക്കുന്നത്. താലി എടുത്തോണ്ടാ ഞാൻ കെട്ടിക്കൊടുക്കാം. അയ്യോ നിങ്ങൾ കെട്ടണ്ട, അവര് കെട്ടിക്കോളും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കല്യാണം നടത്തുന്ന ആരാന്നറിയാമോ? സിനിമ നടൻ സുരാജ് വെഞ്ഞാറമൂട്. സിനിമയുടെ സുരാജ് വെഞ്ഞാറമൂട്. വരുമെന്നോ? പിന്നെ സുരാജിനെ കണ്ടില്ലേ? ഇല്ല. എന്റെ ദൈവമേ, നമ്മളിങ്ങനെ നടന്നു വരുന്ന ക്യാമറ ഇല്ലേ, ആ ക്യാമറയുടെ പുറയിലായിട്ട് നമ്മുടെ റൊട്ടിയും ബണ്ണും ഒക്കെ അടുക്കി വെച്ചേക്കുന്ന ഒരു സോഫ കണ്ടായിരുന്നു. ഇരിപ്പുണ്ട്. പിന്നെ സിംഗത്തിലെ താടിയൊക്കെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ? നമ്മുടെ നരേന്ദ്രമോദി ഇല്ലേ പ്രധാനമന്ത്രി, അങ്ങേരുടെ മാതിരി കോട്ടും ഒക്കെ ഇട്ട് പോക്കറ്റ് ഇരിപ്പുണ്ട് അവിടെ. കണ്ടില്ല? നോക്ക്, നൈസായിട്ട് നോക്ക്. ഞാൻ നൈസായിട്ട് നോക്കാം. സുരാജ് അങ്ങനെയാ, എന്ത് കണ്ടാലും പൊട്ടിച്ചിരിക്കും, കൈ അടിച്ച് പൊട്ടിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങള് പേര് മാറ്റാൻ പോവാ, ചിരിരാജ് വെഞ്ഞാറമ്മൂന്ന് പേരാക്കാൻ പോവാ. ഒരു കാര്യം ചെയ്യും, മെമ്പർ അല്ലേ, ഒന്ന് വിഷ് ചെയ്ത് തരും. ഹലോ നമസ്തേ. നമസ്കാരം. എന്താണ്ട് വിശേഷമൊക്കെ? സുഖം. സുഖമായിട്ട് വന്നിട്ടല്ലോ. സുരേട്ടൻ പറഞ്ഞതുപോലെ ഒരു പരിചയമുള്ള ഒരു മെമ്പറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്തേ. നമ്മുടെ പെണ്ണും ചെറുക്കനും എന്തേ? അല്ല അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ അതെ, എന്റെ എടാ കേറി വാടാ. ഞങ്ങൾ വരണം. ലാലാപാട് നിക്കാതെ, അവിടെ ആൾക്കാർ കൊടുവാളം കൊണ്ട് പുറകെ വരുന്നുണ്ട്. പെട്ടെന്ന് താല് കെട്ടാൻ നോക്ക്. ഇതുവരെ കളികളൊന്നും മാറിയില്ല, ഇങ്ങോട്ട് കേറി വാ. ഇത് നമ്മുടെ ഷിബു അല്ലടാ? ആ ഷിബു. എടാ അവസാനം ഞാൻ തന്നെ വേണ്ടി വന്ന് നിന്റെ കല്യാണം നടത്തി തരാൻ. വഴി കിടക്ക് ഞാൻ നടന്നു പോകുമ്പോഴേ എന്നെ വിളിക്കുമല്ലോ, നിങ്ങൾ നോക്കിയേ, ഞാൻ പിന്നെ മമ്മൂട്ടി വിളിക്കാൻ പറ്റുമോ ഇത് നോക്കിയിട്ട്? കെട്ടണ്ടേ? സുരാജ് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും, നിങ്ങൾ മെമ്പർ അല്ലേ, വിളിക്കും. സുരാജ് സാറേ, സാറിന്റെ നേതൃത്വത്തിലാണ് കല്യാണം നടക്കുന്നത്. വാ. ഞങ്ങൾക്ക് അച്ഛനെ പോലെ തന്നെ. അല്ല ഞാനല്ലല്ലോ കെട്ടത്. കുഴപ്പമില്ല, സുരേട്ടൻ ആ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നടക്കുന്നത്. പൂജിച്ച താലിയാണ്. പൂജിച്ച താലി. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഇത്രയും പെട്ടെന്ന് തന്നെ വന്നു ചേരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കെട്ടിക്കോളൂ. അതെന്താ കൈ വിറയ്ക്കുന്നത്? കുരുങ്ങാതെ. മാല ഇത് മാലയൊക്കെ കുടുങ്ങിയല്ലേ, കയ്യപ്പോ എവിടെ? അയ്യോ മാല. എട്. കൈ അങ്ങ് പിടിച്ചു കൊടുത്തേ. കൈ ഒന്ന്. ഓക്കെ. ഭാരതമെന്റെ നാടാണ്. എന്റെ സഹോദരി സഹോദരന്മാരെല്ലാ ഭാരതീയരും ഞാൻ ഈ നാട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ നന്നായി ഭരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇത് സത്യപ്രതിജ്ഞ അല്ലത്, ഇത് അവരുടെ ഒരു നല്ലൊരു കർമ്മം ചെയ്യാണത്. കൈ പിടിച്ചു കൊടുക്കൽ ചടങ്ങാണ് നടത്തിയത്. ആ വിചാരിച്ച മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ മെമ്പർ രണ്ടു വാക്ക് പറയട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ കല്യാണം നടത്താൻ അവസരം ഒരുക്കി തന്ന പൂക്കൾ ടിവിക്കും സുരാജ് സാറിനും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ പുതിയ തലമുറ ഇത് കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം ഇവിടെ സ്ത്രീധനമില്ല, കാറില്ല, ബസ്സില്ല, ഓട്ടോ ഇല്ല,
ഊണില്ല, ഉറക്കമില്ല. എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതെ ഞാൻ ഉറക്കമില്ലെന്ന് പറഞ്ഞു. അതായത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലെ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ബോധമില്ലാത്ത മാക്രിത്തലയാ മാറി. ഇങ്ങോട്ട് നോക്കിയേ, അധ്യക്ഷനായിട്ട് ക്ഷണിക്കും. 2 വാക്ക് സംസാരിക്കുന്നതിനായി ഡ്യൂപ്ലിക്കേറ്റനായ സുരാജിനെ വീട്ടിലേക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ 2 യുവ മിഥുനങ്ങളെ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ടിവിയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും കോമഡി സൂപ്പർ നൈറ്റിൽ വെച്ചിട്ട് തന്നെ ഇത്രയും ഒരു മംഗളകർമ്മത്തിൽ പങ്കുചേരാൻ ഇല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ, നന്നായി വരിക. അച്ഛനാ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞ ആ സ്ഥാനം അങ്ങനെ വിളിക്കും, സുരാജ് എന്നൊക്കെ വിളിച്ചാൽ മതി. വിവാഹമംഗളാശംസകൾ. തിരുനാളം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൽ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത്തിരിനാളം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൽ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. അടിപൊളി അടിപൊളി, ഗംഭീരമായിരിക്കും, ഗംഭീരം. പോട്ടെ മോളെ, അത് സംഭവിച്ചു പോയില്ലേ? സംഭവിക്കേണ്ടത് നല്ലതാ, സംഭവിച്ചു. പറഞ്ഞിട്ട് കാര്യമൊന്നും, എല്ലാം കഴിഞ്ഞു പോയി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പുറത്തു പോട്ടെ, സാരമില്ലെന്ന്, സംഭവിച്ചു പോയില്ലേ? എടി, ഇതിനൊക്കെ ഒരു അച്ഛൻ സുഹൃതം ചെയ്യണം, സുഹൃതം. ഇത്രയും നല്ല രീതിയിൽ ഒരു കല്യാണം നടക്കാന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ അല്ലേ, ഒരു അച്ഛൻ്റെ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു രീതിയിൽ. എന്നതാണ് ഈ കൊട്ടാരം? എന്നത് ചേട്ടൻ കോട്ടൻ, എനിക്ക് അവന്റെ മോന്ത കാണാൻ. കുഴപ്പം ചേട്ടാ, നല്ലൊരു പയ്യനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എന്നാ നല്ലൊരു പയ്യനെ കിട്ടിയില്ലേ? നല്ലൊരു പയ്യൻ. മെമ്പറും കൂട്ടുകാരനും കൂടെ കൂടി അങ്ങ് നടത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. അവനെന്താ കുഴപ്പം? എന്താ അവന് നല്ല മനസ്സല്ല അവൻ്റെ. എന്നാ നല്ല മനസ്സ്? എന്ത് നല്ല പയ്യനവൻ? എന്താടാ നല്ല പയ്യനെന്ന്? ഇവനോ? പിന്നെ നിന്റെ കണ്ണിൽ എന്താടാ പുണ്ണ് പിടിച്ചേക്കുവാ? പുണ്ണാണ്. എന്താ പുണ്ണ്? എടാ, വിവരം വേണം, കണ്ണിന് കാഴ്ച വേണം. മെമ്പർ ഇങ്ങോട്ട് മുന്നോട്ട് കയറുന്നേ. ഇങ്ങോട്ട് വന്നടാ. നീ എന്റെ അടുത്ത് നിൽക്കണ പോലെ ഒരു കലർ ചെയ്തി അപ്പുറം പോയി ഇങ്ങോട്ട് വന്നത്. നീ ഇങ്ങോട്ട് വന്നേടി. ഇത് മെമ്പർ നോക്കിക്കോണേ. നിങ്ങളുടെ സമക്ഷത്തിൽ ഞാൻ പറയുവാണ്, അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ അടുത്ത് അരവണ കൊണ്ട വെച്ച പോലെയല്ലേ ഇരിക്കുന്നത്. എന്താ അരവണ പായസത്തിന് കുഴപ്പം? എന്താ അരവണ പായസത്തിന്റെ കുഴപ്പം? എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. എന്നാ ശബരിമല 1-ാം തീയതി ക്യൂ നിന്ന് കഴിഞ്ഞാൽ 30-ാം തീയതി തിരിച്ച് അരവണ പായസം കിട്ടത്തുള്ളൂ. അപ്പോഴറിയാം അതിന് പിടിച്ചു പറയും. എടാ, അതാ നല്ല പായസം. ശബരിമലയിലെ പായസം നല്ല പായസം. ശബരിമലയിലെ നല്ല പായസം. ഇമാതിരി ചീഞ്ഞളിഞ്ഞ പായസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചീഞ്ഞളിഞ്ഞാലോ ഇയാൾ നക്കി നോക്കുന്ന. എടാ, എന്റെ മോളെ ഞാൻ കെട്ടിക്കുന്നത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ റോക്കറ്റ് വിടുന്ന പയ്യനെ കൊണ്ടാ. ഞാനും വിടും റോക്കറ്റൊക്കെ. നീ ദീപാവലിക്കും ക്രിസ്മസിനും റോക്കറ്റ് വിടും. അപ്പൊ ഓണത്തിനും വിഷുവിനും വിടുന്നൊന്നും കണക്കില്ലയോ? അതിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടാ. ഞാൻ വിട്ടോളാം. ഇയാളെ വിളിച്ചില്ലല്ലോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്നെ കുറിച്ച് എന്നാ വിചാരിച്ചു? എന്താ വിചാരിക്കണോ? നീ എന്റെ പെണ്ണിനെ വശീകരിച്ചല്ലടാ കൊണ്ടുവന്നേ. നീ എന്റെ പെണ്ണിനെ വശീകരിച്ച് കൊണ്ടുവന്നിട്ട് നീ എന്നെ നേരെ നിർത്ത്. ഞാൻ ഇവനോട്ടൊന്നും കൊടുത്തിട്ട് അടിച്ചോ? അടിച്ചവന്റെ കരണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അടിക്കണം. ഇവിടെ വിളിച്ചോട്ടോ
ആരാടി നിന്റെ കല്യാണം നടത്തിയത്? ഞാൻ അറിയാതെ, നിന്റെ അച്ഛൻ അറിയാതെ കല്യാണം നടത്തി ആരാടി? സുരാജേട്ടൻ കള്ളൻ കപ്പലിൽ തന്നെ ഇരിക്കുവല്ലേ? നീ വാ കപ്പിത്താൻ, എനിക്ക് വന്നേ. ഹലോ, ഒരു മാറി നമസ്തേ. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. Thank you. എന്നെ കൊണ്ട് പറ്റിയില്ല ഇത്രയും നല്ലൊരു കല്യാണം നടത്താൻ. അതെ, ഞാനിപ്പോ ഇത്രയും കാല് പിടിച്ച് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ചെയ്തു കൊടുത്തതാണ്. എന്റെ തലവര നല്ലതായതുകൊണ്ടാണ് ഈ കല്യാണം ഭംഗിയായിട്ട് നടന്നത്. ആണല്ലേ? എന്റെ തലവര കണ്ടോ? ഇതുണ്ടോ? അയ്യോ, ഇത് കോടാലിക്കും കണ്ട വെട്ട് കിട്ടിയതല്ലേ? ആള് മാറി പിടിച്ചാന്നും പറഞ്ഞപ്പോ വിലാസിനെ വെട്ടിയതാ. ഓ, അത് ശരി. എന്തായാലും എന്റെ പെണ്ണിന്റെ കല്യാണത്തിന് കുറെ കല്യാണ ചെലവെല്ലാം വന്നിട്ടുണ്ട്. കല്യാണ ചെലവ് 5000 പേർക്കുള്ള സദ്യയാണ് ഇവിടെ ഒരുക്കി വെച്ചിരുന്നത്. അതിനുള്ള പൈസ ഞാൻ മുൻകൂർ കൊടുത്തേക്കുവാ. 2 ലക്ഷം രൂപ ആഹാരത്തിന്റെ ഉണ്ട്, 1 ലക്ഷം രൂപ ഓഡിറ്റോറിയത്തിന്റെ ഉണ്ട്, 1 ലക്ഷം രൂപ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടിയതിന്റെ എല്ലാം പൈസ മുൻകൂർ ഞാൻ കൊടുത്തു. അതൊക്കെ ഇവിടെ വന്ന് പറയാൻ കാരണം അതിന്റെ എല്ലാം പൈസ സുരാജ് കൊടുക്കണം. ഞാൻ കൊടുക്കണം. ഒരു 6 ലക്ഷം രൂപ സുരാജ് കൊടുക്കണം. ഹേയ്, ഞാൻ എന്തിനാ കൊടുക്കണേ? ഡേയ്, നീ എന്തുവാടെ? നീ വന്ന് കാര്യമായിട്ട് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത് നടത്തി തന്നത്. ഒന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ കാലിൽ വീണില്ലേ? അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ കല്യാണം നടത്താൻ പറഞ്ഞപ്പോൾ എന്തിനാ കല്യാണം നടത്തിയത്? ഞങ്ങളെ നേരത്തെ അറിയുമായിരുന്നോ? ഇല്ലല്ലോ. ആരെങ്കിലും അറിയാത്തവർ വന്ന് കല്യാണം നടത്താൻ പറഞ്ഞാൽ കല്യാണം നടത്താൻ ഒരു മര്യാദ. നഷ്ടപ്പെടുന്ന പൈസ കൂടെ എന്റെ അച്ഛന്റെ പൈസ കൂടെ മര്യാദക്ക്. ഇക്കണക്കിനെ ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളെ കൊന്നേനല്ലോ രണ്ടുപേരെയും കൂടെ. എന്താ ബാക്കി അങ്ങനെ പറയാനത്? കൊളഞ്ഞു വാ, ദൂരമാറി കേരള കൊല്ലും. 2 ലക്ഷം രൂപ ആഹാരത്തിന്റെ, 1 ലക്ഷം രൂപ ഓഡിറ്റോറിയത്തിന്റെ, 1 ലക്ഷം രൂപ വണ്ടിയുടെ, അങ്ങനെ മൊത്തം 6 ലക്ഷം രൂപ. ഇതങ്ങനെ നോക്കിയാൽ 6 ആവില്ലല്ലോ, 4 ലക്ഷം രൂപയല്ലേ? ഇത് 4 വരുന്നുള്ളൂ. 2 ലക്ഷം രൂപ എന്തിനാ? 2 ലക്ഷം രൂപ പിഴ. എന്ത് പിഴ? ഈ പിഴനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചതിന്റെ പിഴ. എന്റെ വേറെ വല്ല പിഴ പറയുന്നത്. നിങ്ങൾ ഞാൻ ഒത്തീർപ്പാക്കാം. ഒരു 3.5 തരാം. 3.5 പറ്റിയല്ല. 3.5 ഫിക്സ്. പിഴ അടയ്ക്കാൻ പറ്റിയല്ല. 3.5 4. സുരാജ് വില പേശല്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇഷ്ടം പോലെ 4 ഇഷ്ടം പോലെ പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. 4.5. നിങ്ങൾ ഇഷ്ടം പോലെ പരിപാടിക്ക് പോകുന്ന ആളാണ്. സിനിമ നടന്ന 6 ലക്ഷം. അങ്ങോട്ടും ഇങ്ങോട്ടും സമയം പോണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 6 ലക്ഷം പക്ക. അതൊക്കെ എന്താ ഈ പക്ക? ഇത് പക്കാന്ന് പറഞ്ഞാൽ വില പേശ. അച്ഛൻ എന്തോ നാണല്ലോ ഇങ്ങനെ ചന്ത കിടന്ന് വില പറയുന്ന പോലെ വില പേശാന്. അതിനിടയ്ക്ക് സമയം കോം അടിയും എന്തുവാ ഇത്? ഓക്കെ, ഇനിയിപ്പോൾ വിഷയമാക്കണ്ട. എനിക്കിങ്ങനെ പറ്റിപ്പോയി. ഇതാണ്, ഞാൻ എന്ത് കാര്യം നടത്തിയിട്ടുണ്ടോ ഓരോരുത്തർ വന്ന് കൂട്ടുകൂടിയിട്ട് കുറേ ആൾക്കാർ പൈസ പറ്റിച്ചോണ്ട് പോയി. ഇതാ ഇവിടെ വന്നിട്ട് അടുത്ത് വേറൊരുത്തം പൈസ പറ്റിച്ചോണ്ട് പോകുന്നു. ഇതെന്റെ ഇങ്ങനെ സുരാജിന്റെ എടുത്തിയാട്ടം കുറച്ച് കുറയ്ക്കണം കേട്ടോ. വൃത്തിയായിട്ടാണ് അടിച്ച് കൊന്നുകളയും കേട്ടോ. ഞാൻ പറഞ്ഞു ഇയാളല്ലേ ഇത്രയും കാല് പിടിച്ചിട്ട് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്? ഇല്ല, ഞാൻ പറഞ്ഞതാ. എന്റെ മാനേജറെ വിളിച്ചേ വന്ന്. ഞാൻ സഹായ പരിപാടിയൊക്കെ നിർത്തി. വേണ്ട, നീ ആർക്കും ചെയ്യണ്ട. എന്തിന് ഒരേ വലിച്ചു വെക്കുന്നതിനാണ് അല്ലേ? കാര്യം സാധിച്ചല്ലോ. 6 ലക്ഷം ഉണ്ട്. ഓക്കെ, ഇനി ഒരു വിഷയത്തിനും വരരുത്. പൊക്കോ, മിണ്ടരുത്, പൊക്കോ. പോക്കണ്ട. മറ്റേ പരിപാടി കണ്ട വില പേശുന്ന പരിപാടി അടിക്കുന്നത്. ദാരിദ്ര്യവാസിയാണ്. ദാരിദ്ര്യവാസി അല്ല, നല്ല മനുഷ്യനാണ്. എന്റെ കാര്യം എങ്ങനെയാണ് മനസ്സിലായില്ല? അല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോ. അല്ല, അതല്ല, എനിക്ക് ഒരു ദിവസം പണിക്ക് പോയാൽ 1500 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അകരിയൊക്കെ മേടിക്കും. മനസ്സിലായില്ല? ശമ്പളം മെനക്കേട് കൂലി. എന്തിന്? ഈ കല്യാണത്തിനൊക്കെ സഹകരിച്ച് ഞാൻ വന്നില്ലേ? എന്റെ മെനക്കേട് കൂലി. കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇറങ്ങിപ്പോടാ. അതിലൊന്നും ഒന്നുമില്ല. നീ ഇറങ്ങിപ്പോ. നിന്റെ ഇപ്പൊ ഇപ്പൊ കുത്തി പൊട്ടിച്ചളയ ഞാനല്ല. ഇറങ്ങിപ്പോടാ. ഓരോന്ന് ഇഷ്യൂ ആക്കി കൊണ്ടുവന്നിട്ട് നല്ല കാര്യമാണ്. അതെ, ഇപ്പൊ ഇത്രയൊക്കെ സംഭവിച്ചു. നിങ്ങൾ സന്തോഷകരമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഹണിമൂണൊക്കെ ആഘോഷിച്ച് നന്നായിട്ട് ജീവിക്കണം. ഇപ്പൊ എന്റെ കുറച്ച് കാശൊക്കെ പോയല്ലോ, സമാധാനമായല്ലോ. അപ്പൊ ഇനി സന്തോഷമായിട്ട് ജീവിക്കും കേട്ടോ. ഊട്ടി പോണെന്ന് പറഞ്ഞു. ഊട്ടി? ഓക്കെ, നല്ല കാര്യം. കാര്യം വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് കറക്റ്റ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ കാലാവസ്ഥ എല്ലാം കൊണ്ട് നല്ലതാണ് കേട്ടോ. ഊട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കണം. നല്ല റൂം എടുക്കണം. അല്ല കടത്തിണ്ടേലൊന്നും കിടക്കരുത്. കാര്യം വെച്ചാൽ പുതുമോടിയാണെന്ന് നാട്ടുകാർക്ക് അറിയാൻ പറ്റും. നമുക്കൊരു വണ്ടി ടാക്സി വിളിച്ച് പോകണം. അതല്ലെങ്കിൽ പിന്നെ പുതുമോടിയായിട്ട് ടാക്സി സാമ്പത്തികം നമ്മുടെ കൈ വേണം. അതെ, അപ്പൊ അതൊക്കെ ഞാൻ ടൈറ്റില്ല. സാമ്പത്തികമായിട്ടേ. മനസ്സിലായില്ല? അപ്പൊ അതിന് കുറച്ച് പൈസ തന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാം. കുറച്ച് പൈസ തന്നായിരുന്നെങ്കിൽ. അതിന് ഞാൻ എന്തിനാ കാശ് തരുന്നത്? കാശ് തരുന്നത് എന്തിനാന്നോ? അയ്യോ, ഇത് കണ്ടോ, നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിലല്ലേ വാക്കുകൾ പറഞ്ഞത്. ഇപ്പൊ മാറുന്ന കണ്ടോ? എന്തോന്ന് ഇങ്ങനെ വലിയ അന്തസ്സായിട്ട് പറഞ്ഞെങ്കിൽ വന്നിട്ട് നിന്റെ സഹോദരൻ അല്ല, സഹോദരനല്ല, സ്വന്തമായിട്ട്
അച്ഛന്റെ സ്ഥാനത്ത് നടത്തി തരാന്ന്. എന്നിട്ട് എന്താ ഇങ്ങനെ ചോദിച്ചപ്പോ തരാത്തെന്താ? ഇപ്പൊ നിങ്ങൾക്ക് കാശ് വരണോ? സാമ്പത്തിക ഞെരുക്കം. മോള് പറഞ്ഞു കുട്ടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടി. ഇതെന്താണ് ഇയാൾ പറയുന്നത്? അയ്യേ ഞാൻ എന്തായാലും സംഭവിച്ചു പോയില്ലേ മോള്. സുരാജേട്ടാ, സുരാജന്റെ കയ്യിൽ കാശ് പോലെ നീ ഇരിപ്പുണ്ടാ? എന്തിന്? ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് ചേട്ടൻ്റെ കയ്യില്. ചേട്ടൻ അച്ഛനെ പോലെ അല്ല, എല്ലാരോടും പറഞ്ഞു നടക്കും സുരാജേട്ടനെ പറ്റി വൃത്തികേട് പറഞ്ഞു നടക്കും. അങ്ങനെ ഞാൻ പറയും, പലതും പറയും. ഇവിടെ എനിക്ക് എന്റെ കൂടെ ഇറങ്ങി വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം നാട്ടിൽ ചെന്നത്. അങ്ങനെ അവിടെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ ആ ഏരിയ ഞാൻ പറയാം. അത് ഞാൻ ആരാലും ശരി തന്നെ എന്റെ അടുത്ത് വാക്ക് പറഞ്ഞിട്ട് പിന്നെ മാറിക്കഴിഞ്ഞാൽ ഞാൻ നാട്ടിക്കും. ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ നാട്ടിക്കും. പറഞ്ഞു നാളെ ഞങ്ങളുടെ അമ്മയുടെ ആൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിയെടുത്ത് ഞാൻ പറയും. വേണ്ട വേണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ കാശ് തരും കേട്ടോ. അതൊന്ന് കൊടുത്തേക്ക് ഉണ്ണി കേട്ടോ. ചെന്നാ മതി. എങ്ങനെ പോകുന്നേ? കാറിൽ പോകും. ദൈവമേ, ഒരുപാട് വണ്ടി ബ്രേക്ക് പൊട്ടിയൊക്കെ വരും. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു വേണം പോകാൻ. കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കാം. കാശ് എന്റേതായത് കൊണ്ടാണ്. ഞാൻ കാത്ത് സൂക്ഷിച്ചോളാം. ശരി, ഒന്ന് വൈകിയ കുഴപ്പമില്ലല്ലോ. ഇല്ല വൈകരുത്. ഇല്ല, ഞാൻ നേരത്തെ എത്താം. ചിലപ്പോ 2 ദിവസം തങ്ങും. അതെന്തേ? തണുപ്പ് കൂടുതലാണ്. ശരി ശരി. എന്റെ പൊന്ന അശ്വതി, നീ രാവിലെ ഓരോ ഏണികളെ കൊണ്ടുവരുമല്ലോ. ഇത് എടുത്ത് എന്റെ തോളിൽ വെച്ചപ്പോ എന്റെ എത്ര രൂപ പോയെന്നറിയാം? 6 ലക്ഷം രൂപ പോയി. ഇപ്പൊ ഇവരുടെ ഒരു കല്യാണം നടത്തി കൊടുത്തതാ. വല്ല കാര്യമുണ്ടോ? നീ കൊണ്ടുവരുന്ന എല്ലാ കേസും ഇതുപോലെയാണല്ലോ. ചേട്ടൻ അച്ഛന്റെ സ്ഥാനത്ത് ഇങ്ങനെ അസ്ഥാനത്തൊന്നും കയറി നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ വലിയ ഏണിയാവൂന്ന് ഞാൻ കണ്ടോ? ദേ വരുന്നല്ലോ, വീണ്ടും വരുന്നല്ലോ. പറഞ്ഞില്ലെങ്കിലേ സംഭവം എന്താണെന്ന് അറിയാം. ഇത് വേണം, ഇത് വേണം അല്ലെന്ന് പറയാതെ പോയി കഴിഞ്ഞാൽ അത് മോശമൊന്നുമില്ല. ഞങ്ങൾ അതാണ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ശരിക്കും കുറ്റബോധം തോന്നി എന്റെ കാല് വീണ് മാപ്പ് ചോദിക്കാൻ തോന്നി. ഞാൻ കാല് പിടിച്ച് മാപ്പ്. ഞാൻ ആരൊക്കെ എന്ത് സഹായം ചെയ്തു കൊടുത്ത എനിക്ക് ഇങ്ങനെ ഏണിയായിട്ടേ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. അത് അറിയാതെ നമുക്ക് പറയാതെ എനിക്ക് മനസ്സിലായി. നിങ്ങളിപ്പോ ഈ കുറ്റബോധം മതി. ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള ആ ഒരു ഇത് മാത്രം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ മതി. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടയാണ്. പറഞ്ഞു. പിന്നെ നാളെ പറ. നാളെ കാശുകൊണ്ട് തിരിച്ചു നാളെ ഞങ്ങൾ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരുമോ അതോ നിങ്ങൾ സാധനമായിട്ട് വണ്ടിയായിട്ട് അങ്ങോട്ട് വരുമോ? എന്തിനും അല്ല, അതുകൂടെ അറിഞ്ഞാൽ അത് മറ്റേ അല്ല, വണ്ടിയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരണോ നിങ്ങൾ വണ്ടി സാധനമായിട്ട് അങ്ങോട്ട് വരുമോ എന്നുള്ള? നിങ്ങൾ ഊട്ടിക്കല്ല പോണത്? അല്ല, നാളെ കഴിഞ്ഞേ പോകുന്നുള്ളൂ. അപ്പം മറ്റേ ചടങ്ങ് കഴിഞ്ഞിട്ട് പോയായിരുന്നു എഴുതി. ഏത് ചടങ്ങ്? അല്ല, ഈ അടുക്കള കാണാൻ വരുന്ന ചടങ്ങ് അതുകൂടെ വന്നിട്ട് പോകാൻ കരുതി. അത് പറഞ്ഞാലേ സ്വസ്ഥത ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജ് വേണ്ടെന്ന്, വാഷിംഗ് മെഷീൻ മതി. അത് പറഞ്ഞാൽ നമുക്ക് വീടിന്റെ വയറിംഗ് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യായിരുന്നു ഇങ്ങനെ കുത്താനായിട്ട്. അത് പറഞ്ഞാൽ ഞാൻ പോവായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ അടുക്കളക്കുള്ള സാധനവും വാങ്ങി തരണം. ഒരു അടി അടിച്ചാൽ നീ 8 മുറി 7 അടുക്കളയാവും. വന്ന് കേറിയേക്കും. നമുക്ക് ഉള്ള അടുക്കള അഡ്ജസ്റ്റ് ചെയ്യാം. ബാ. Luna's Comedy Super Nite powered by Gopo Nandala G-Mart co-presented by Kairali TMT Steel Barsലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം. ഇതൊരു സ്ഥലമാണ്, പക്ഷെ ആ സ്ഥലത്തിന്റെ പേരിനൊരു പ്രത്യേകത ഉണ്ട്. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഏതാണ് ആ സ്ഥലം? Welcome back to Luna's Comedy Super Nite powered by Gopo Nandala G-Mart co-presented by Kairali TMT Steel Bars. ദൂരത്തിന്റെ ടീമുകൾ ദാ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇരട്ട നായികമാരും അതുപോലെ തന്നെ നിർമ്മലും. ഈ കോളേജിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ എന്തായാലും റാഗിങ് പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമയിൽ പ്രത്യേകിച്ച് 2 ഡബിൾ 2 എന്ന് പറയണ്ട, ഡബിള് സിനിമയിലേക്ക് വരുമ്പോൾ റാഗിങ് ഉണ്ടായിരുന്നോ? ഇവരുടെയൊക്കെ പോലുള്ളവരുടെ അടുത്താണ് വന്ന് വീഴുന്നത്. റാഗിങ് ഉണ്ടായിരുന്നോ? എന്തായിരുന്നു റാഗിങ്? എന്നെ കൊണ്ട് പശുവിനെ കറക്കിപ്പിക്കുകയായിരുന്നു. പശുവിനെ കറക്കിപ്പിച്ചു? എന്താ നിങ്ങൾ ചിരിച്ചേ? ഓക്കെ, അപ്പൊ ആ റാഗിങ് ഇവിടെ ഒന്ന് കാണണം. എങ്ങനെയാ പശുവിനെ ഒന്ന് കറക്കുന്ന കാണിച്ച് ഇപ്പൊ ഉള്ള തലമുറ കണ്ടു പഠിക്കണം. പശുവിനെ വലിക്കാം, പെട്ടെന്ന് പശു ഒന്നുകൂടി.
ഡാൻസിലാ ഡാൻസ് മറ്റേ കഥകളി മുദ്രയില പാല് കറക്കുന്നത്. താങ്കൾക്ക് എന്തായിരുന്നു ടാസ്ക്? എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു, ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ആ ഡാൻസ് ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഉഗ്രനായിട്ട് ഡാൻസ് ചെയ്തു. അപ്പൊ പാട്ടും കൂടെ ഒന്ന് കേൾക്കണം. അത് വേണോ? അല്ല ടാസ്ക് തന്നത് ഇവിടെ ഒന്ന് ചെയ്തേ. മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ മതിയേന്ന് മതിയേ 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 മതിയേ. ഇനി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റൗണ്ടാണ് അശ്വതിയുടെ റൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിച്ചോളൂ. GK ആണ്, ഫുൾ GK ആണ്. ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. ആദ്യത്തെ ചോദ്യം, നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു ആയുധം. ബോറടിപ്പിക്കുന്ന ആയുധം. ബോറടിപ്പിക്കുന്ന ഇതൊരു ആയുധമാണ്, പക്ഷെ ഇത് നമ്മളെ ബോറടിപ്പിക്കും, ഭയങ്കര ബോറടിപ്പിക്കും. ആയുധങ്ങളുടെ ഒക്കെ പേര് ആലോചിച്ച് നോക്കൂ. ഉറക്കെ ചിന്തിക്കാം, ഞങ്ങൾ കൂടെ കേക്കട്ടെ. കത്തി. കത്തി. ഒരു കത്തി പറഞ്ഞിട്ട് നിന്ന് ചിരിക്കുന്നു. ഓക്കെ, അതെന്തായാലും കത്തി ബോറടിപ്പിക്കോ? ആയിമ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. കത്തി വെച്ച് ബോറടിപ്പിക്കാന്ന് അറിയില്ലേ? ഇപ്പൊ അശ്വതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അടുത്ത ചോദ്യം. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം. ഇതൊരു സ്ഥലമാണ്, പക്ഷെ ആ സ്ഥലത്തിന്റെ പേരിനൊരു പ്രത്യേകത ഉണ്ട്. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഏതാണ് ആ സ്ഥലം? അത് ഉഗ്രം ക്വസ്റ്റ്യൻ. എന്തിനു വന്നു, എന്തിനു വന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ സ്ഥലത്തിന്റെ പേര് പോലീസ് സ്റ്റേഷനാണോ? സ്കൂളൊന്നുമല്ല. അയ്യേ, എന്തിനു വന്നു? ഇല്ല, അറിയില്ല. ഇല്ല, നിങ്ങളുമായി എന്തോ അടുത്ത ബന്ധമുള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടത്. ഞാനോ? അല്ല, ഇവർ രണ്ടുപേരുമായിട്ട്. കോട്ടയം. അപ്പൊ ദുബായ് അടുപ്പിച്ചാണോ? പാല? അല്ല ചേട്ടാ, കേരളത്തിലുള്ള സ്ഥലം എന്ന് പറഞ്ഞില്ലേ? കേരളത്തിലുള്ള കോട്ടയം. കോട്ടയത്ത്. ശരി, ഉത്തരം ഞാൻ പറയാം. കോഴിക്കോട്. കരയിക്കില്ലേ? ഇതൊന്നും അല്ല, വൈക്കം. വൈക്കം. എന്തിനു വന്നു? അയ്യോ, നിങ്ങൾ അടുത്ത എവിടെയോ അല്ലേ? വൈക്കം അടുത്തല്ലേ? കുറച്ച് അടുത്താണോ? അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുമായിട്ട് അടുപ്പുള്ളൊരു ചോദ്യമാണെന്ന്. പോട്ടെ, ഇത് വെറുതെ വിട്ടിരിക്കുന്നു. ഇനി അടുത്തത് കുറച്ചും കൂടെ ബുദ്ധി വേണ്ട ചോദ്യമാണ്. സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാസം. ജനുവരി സ്ത്രീകളുമായിട്ട് എന്താണ് ബന്ധം? ഫെബ്രുവരി. എല്ലാം പറയിപ്പിക്കാം, അത് ഉഗ്ര ഐഡിയ. മാർച്ച്. അല്ല, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഡിസംബർ. ഇത് മാത്രമല്ല, വേറെയും മാസങ്ങളുണ്ട് മലയാളത്തില്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കോ. കേട്ടോ, ഇതൊക്കെ ഭയങ്കര ക്ലൂ ആയി പോയിട്ടോ. ഞാൻ സാധാരണ ഇത്രയും ക്ലൂ അറിയില്ല. ശരി, എന്നാ പറയും. അത് മലയാള മാസം എന്ന് പറയണം. അതിനെന്താ, ഞാൻ മാസം തന്നെ പറഞ്ഞോളൂ. ഇംഗ്ലീഷോ മലയാളം ആവാമല്ലോ. എല്ലാരും ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം. ഇനി ഇതൊരു കണക്കാണ് കേട്ടോ. ആരെ കണക്കിൽ സ്മാർട്ട്? ഒട്ടുമല്ല. അല്ല, BCom MCom ഒക്കെ ചെയ്യാൻ പോകുന്നല്ല. അപ്പൊ എന്തായാലും ഇത് പറയാൻ പറ്റും. എന്റെ കയ്യിൽ 15 രൂപയുണ്ട്. 1 രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും. ഓക്കെ, 15 രൂപയുണ്ട്, 1 രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും. 3 മിഠായിയുടെ കവർ നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് വീണ്ടും ഒരു മിഠായി കിട്ടും. ഈ ഓഫറൊക്കെ വരാറില്ലേ? 1 രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും, ഇനി 3 മിഠായിയുടെ കവർ നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനും മിഠായി കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള 15 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും? 20. ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ്. കൈയടിക്കുന്നോ? ഇനി ആലോചിച്ചിട്ട് പറയും. എന്റെ കയ്യിൽ 15 രൂപയുണ്ട്, 1 രൂപയ്ക്ക് ഒരു മിഠായി കിട്ടും. 3 മിഠായി കടലാസ് കളക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു മിഠായി വെച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലുള്ള 15 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും? 5 ഉണ്ടോ? അതെന്ത് കണക്കാ? 45 വന്നു. എന്റെ ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും പൊട്ടത്തരായാലും പറഞ്ഞു. അല്ല, പറഞ്ഞോണ്ടിരിക്കുന്ന പൊട്ടത്തരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല.
എന്താ ഞാൻ പറയുന്നത്? എന്റെ അത്ര ഒരു ലെവലിലേക്ക് ആരും വരുന്നില്ല. ഞാൻ ഉത്തരം പറയട്ടെ. മിഠായി കടലാസ് നമ്മൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല. എന്റെ കയ്യിലുള്ള 15 രൂപയ്ക്ക് എത്ര കിട്ടും എന്നുള്ളത് പറഞ്ഞാൽ മതി. 15 മിഠായി. മനസ്സിലായില്ല? അതെ അതെ, ഇത് 3 കവർ കൊടുത്താൽ ഇത് കിട്ടും. കവർ കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല. കവർ കൊടുത്താൽ കിട്ടിയേനെ. പക്ഷെ നമ്മള് കവർ കൊടുക്കും. 15 രൂപയ്ക്ക് എന്ത് കിട്ടും? 15 മിഠായി കിട്ടും. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇനിയില്ലല്ലോ. ഇനിയില്ല ചേട്ടാ, തീർന്നു. ഇനി നിങ്ങള് ഡബ് സ്മാഷ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ഡബ് സ്മാഷ് ചെയ്യാം. അച്ഛൻ, ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. അടിപൊളി. സലീമായിട്ട് അഭിനയിച്ച പോലെ കാസർ ഇവിടെ. അന്നയോ അലുമിനിയോ ഏതായിരുന്നു? അയില. അയിമ തകർത്തു. വളരെ നന്നാക്കി കേട്ടോ. 3 പേരും തകർത്ത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. Luna's Comedy Super Nite powered by Gopo Nandala G-Mart co-presented by Kairali TMT Steel Barsലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT Steel Bars. ഇത് കലക്കിട്ട ബ്രോ. അച്ഛൻ, ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. കൈരളി TMT Steel Bars. ഇത് കലക്കിട്ട ബ്രോ. Welcome back to Luna's Comedy Super Nite powered by Gopo Nandala G-Mart co-presented by Kairali TMT Steel Bars. മക്ബൂൽ സൽമാനും അതുപോലെ തന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോയും മത്സരിച്ചഭിനയിച്ച ഒരു ചിത്രമാണ് ദൂരം. ആ ദൂരത്തിലെ 2 നായികമാരാണ് ഈ നിൽക്കുന്നത്. ഇരട്ടകളാണ്. അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് നമ്മുടെ നിർമ്മൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞു അല്ലേ, ഇനി ഇപ്പോൾ ജോലിയാണ്. പക്ഷേ നല്ല വേഷങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായാലും സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറും. 2 പേരും ആഗ്രഹിക്കുകയാണ്, നിർമ്മലും ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ദൂരം വൻ ഹിറ്റാകട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് നല്ല നല്ല വേഷങ്ങൾ വരട്ടെ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ദൂരം എന്ന സിനിമയുടെ സംവിധായകൻ മനു കണ്ണന്താനം. അതിൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു കക്ഷിയാണ്. ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ് TVയിലെ തന്നെ DOP ആണ്. പറഞ്ഞോളൂ. TD ശ്രീനിവാസൻ. ഇനി എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും ദൂരം എന്ന ഫിലിം പോയി കാണണം. നല്ലൊരു ഫാമിലി ക്യാമ്പസ് ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ്. സിനിമയിൽ ഫസ്റ്റ് ആണ് ഇവർ 2 പേരും. അതുപോലെ തന്നെ ടെലിവിഷൻ ഷോയിലും ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനുള്ള ഭാഗ്യവും നമുക്ക് തന്നെ കിട്ടി. 2 യുവ താരങ്ങൾ ഇതിൽ തന്നെ ആദ്യമായിട്ട് വന്നു നമ്മുടെ ഫ്ലവേഴ്സ് TV. കാണാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ലൈക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് ലൈക്ക് ഒരു TV ചാനൽ ലൈക്ക് ഇതുപോലെ ഷോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിപ്പം സാധിച്ചു. സോ ഈ ഷോയിൽ തന്നെ വരാൻ ഐ എം വെരി ഹാപ്പി. അതിൽ എല്ലാവരും ഫിലിം പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം. എനിക്കും അത് തന്നെയാണ് കൺവേ ചെയ്യാനാണ്. ഇരട്ടകളായതുകൊണ്ട് ഒരാൾ പറയുന്നതിനോട് ശരിക്കും മറ്റേ ആൾ അങ്ങ് ഓക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. Luna's Comedy Super Nite powered by Gopo Nandala G-Mart co-presented by Kairali TMT Steel Barsന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു. ബൈ.